നമസ്കാരം. താരസംഘടന അമ്മയുമായിട്ടുള്ള വാർത്ത തന്നെയാണ് കേട്ടോ ഇത്. വലിയ ഗുരുതരമായ 2-3 വിഷയങ്ങളുണ്ട്. അതും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഒന്ന്, താരസംഘടന അമ്മ അധികാരത്തിലേറ്റ് 10 മാസം കഴിയുമ്പോഴാണ് ഈ കമ്മിറ്റി പിരിച്ചുവിടുകയും ഇപ്പോൾ ജനറൽ ബോഡി വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ആദ്യം ജൂണിൽ ജനറൽ ബോഡി വഴിയും ജൂലൈ അല്ലേ, ഇപ്പം ജൂണിൽ ജനറൽ ബോഡി വിളിക്കുകയും ജൂലൈയിൽ ഇപ്പം അവസാനമാവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ വർഷം ജനറൽ ബോഡി ചേർന്നിട്ട് ഒരു രജിസ്ട്രേഷൻ, അമ്മയുടെ എല്ലാ ജനറൽ ബോഡി കഴിഞ്ഞു കഴിഞ്ഞാലും രജിസ്ട്രാറിൻ്റെ അടുത്ത് നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ പുതിയ കാര്യങ്ങൾ, പുതിയ മെമ്പർമാർ ഇതാണ് ഇങ്ങനെയാണ് എന്ന രീതിക്ക് രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്ട്രേഷൻ വകുപ്പിൽ ട്രിവാൻഡ്രത്ത് പോയാണ് ചെയ്യേണ്ടത്. അത് ചെയ്താലുള്ളൂ അമ്മ സംഘടനയായിട്ട് നിലനിൽക്കുകയുള്ളൂ. ഇവിടെ ഉണ്ടായ വിഷയം, കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ ആദ്യ ജനറൽ ബോഡി ശ്വേതാമേനോൻ്റെയും കുക്കുവിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘടന രൂപം കൊണ്ടതിന് ശേഷമുള്ള 21 ദിവസം കഴിയുമ്പോൾ പോയി രജിസ്റ്റർ ചെയ്യണമെന്നാണ്. രജിസ്ട്രേഷൻ വകുപ്പിനെ അറിയിക്കണം, ഈ കമ്മിറ്റി അംഗങ്ങൾ ഇതൊക്കെയാണ്, നമ്മുടെ ഇത്തരം മെമ്പർമാരുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയിക്കണം. അത് നമ്മൾ അന്ന് കൂടിയ അന്നത്തെ ജനറൽ ബോഡിയിലെ കാര്യങ്ങൾ, ജനറൽ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ, ഈ കാര്യങ്ങളെല്ലാം എഴുതി തിട്ടപ്പെടുത്തിക്കൊണ്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. പക്ഷെ ഇത് ചെയ്തിട്ടില്ല എന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുക. അമ്മയിലെ താരങ്ങളായ അംഗങ്ങളെല്ലാം അറിയണം, അത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇനി ചെയ്തിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ജനറൽ ബോഡിക്ക് അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഒരു പേപ്പർ പൊക്കി കാണിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നാണ് അറിയുന്നത്. അത് അക്കൗണ്ടൻ്റ് അറിഞ്ഞിട്ടില്ല, അഡ്വക്കേറ്റ് അറിഞ്ഞിട്ടില്ല, അമ്മയിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ കൃത്യമായി കാണിച്ചിട്ടില്ല. ഇനി അഥവാ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യം. പക്ഷേ ആ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളത്തെ കുടിശ്ശിക അടയ്ക്കണം. എൻ്റെ അറിവിൽ ഓരോ അംഗങ്ങൾക്ക്, അത് രജിസ്ട്രാറാണ് തീരുമാനിക്കുന്നത്, ഓരോ അംഗങ്ങൾക്ക് ഓരോ മാസം 200 രൂപ മുതൽ 500 രൂപ വരെ പിഴ ഇടാം. വകുപ്പാണ് കേട്ടോ 500. അത് രജിസ്ട്രാറിനാണ് തീരുമാനിക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പിന് രജിസ്ട്രാറിനാണ് തീരുമാനിക്കാൻ പറ്റുന്നത്. അദ്ദേഹം ചിലപ്പോൾ അതിലും താത്തി പിഴയിടാം. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത്, ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു എന്ന് അവകാശപ്പെടുകയും ഒരു പിഴയും ഈടാക്കാതെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് താൻ ചെയ്തു എന്നും കുക്കു പരമേശ്വരൻ പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നു. അങ്ങനെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണമാണ്, മറ്റൊരു പാർട്ടിക്കാരി ആയിരുന്നു, CPI എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ എന്താ അമ്മയ്ക്ക് കൊമ്പുണ്ടോ? അമ്മ സംഘടനയ്ക്ക് കൊമ്പുണ്ടോ? രജിസ്ട്രാർ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നടത്തിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവകാശപ്പെടുന്നു എന്നുവെച്ചാൽ ഇതൊന്നും അക്കൗണ്ടിൽ ഈ പൈസ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അക്കൗണ്ടിൽ ഇത്തവണത്തെ അക്കൗണ്ടിൽ പൈസ കാണിച്ചിട്ടില്ല, ബുക്ക് ലെറ്റർ ഇറങ്ങില്ല, അതിനകത്ത് ഈ രജിസ്ട്രേഷൻ്റെ പൈസ കാണിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പാവങ്ങളായ ആളുകൾക്കെങ്കിൽ എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കീഴിലുള്ള രജിസ്ട്രേഷൻ വകുപ്പ് വലിയ പിഴ ഈടാക്കും. അമ്മയ്ക്ക് മാത്രം പിഴയില്ല എന്ന് ഇവർ പറയുന്നു. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് രജിസ്ട്രേഷൻ ഓഫീസുമായിട്ട് ഞാൻ ബന്ധപ്പെടും. ഈ വാർത്തയ്ക്ക് ശേഷം രജിസ്ട്രേഷൻ ഓഫീസിൽ വിളിച്ച് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം വന്നു. പക്ഷേ എൻ്റെ അറിവിൽ അമ്മ സംഘടനയിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ചാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗുരുതരമായ തെറ്റാണ്. ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും എക്സിക്യൂട്ടീവ് മെമ്പർമാർ പറയുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതല്ലാതെ ഓരോ എക്സിക്യൂട്ടീവ് മെമ്പർമാരും, ഒരു ആൾ പ്രസിഡൻ്റ് ആണെങ്കിലും വൈസ് പ്രസിഡന്റ്മാരാണെങ്കിലും എക്സിക്യൂട്ടീവ് മെമ്പർമാരാണെങ്കിലും ട്രഷറർ ആണെങ്കിലും ഇവരാരും ഈ രജിസ്ട്രേഷൻ്റെ പേപ്പർ കണ്ടിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച. അത് ഈ തവണത്തെ ജനറൽ ബോഡിക്ക് ഒരു പേപ്പർ നേരത്തെ വേണേൽ പൊക്കി കാണിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കുന്ന ആളുകളുമായിട്ട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ പേപ്പർ കിട്ടിയിട്ടില്ല, ഇതിൻ്റെ വകുപ്പുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അത് വലിയ ഗുരുതര വീഴ്ചയാണ്. അപ്പോൾ അത് താൽക്കാലിക കമ്മിറ്റി, ഹഡോക് കമ്മിറ്റിക്ക് ഏറ്റവും വെല്ലുവിളിയാകാൻ പോകുന്നൊരു സംഭവമാണ്. പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ഏറ്റവും വെല്ലുവിളി തരുന്ന, ആദ്യം തന്നെ ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം, മൊബൈൽ ഫോൺ അല്ലേ. ഞാനാണ് വാർത്ത കൊടുത്തത്, 17 മൊബൈൽ ഫോൺ, ഓക്സിജൻ എന്ന സ്ഥാപനത്തിന് 17 മൊബൈൽ ഫോൺ, ഒരു ആപ്പിളിൻ്റെ ലാപ്ടോപ്പ്, ഐമാക്കിൻ്റെ 2 സിസ്റ്റം, ഇത്രയും സാധനമാണ് ഇവർ വാങ്ങിയത്. ഇതിൽ 8 പേരോ മറ്റോ ഈ ഫോണുകൾ വാങ്ങിയിട്ട്, ഞാൻ പേരുകൾ എല്ലാവരും പറയുന്നില്ല, എല്ലാവരും പേരുകൾ ഓർക്കാത്തതുകൊണ്ട് പേരുകൾ പറയുന്നില്ല, അതുകൊണ്ടാണ്. 8 പേരോ മറ്റോ ഫോണുകൾ വാങ്ങിയിട്ടില്ല. ബാക്കി എല്ലാവരും ഫോണും വാങ്ങി 2 സിസ്റ്റം ഓഫീസിൽ വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് ഉണ്ണി ശിവാലാണ് കൊണ്ടുപോയത്.
ഇതിന് ഇവരൊരു ബില്ലിട്ടിരുന്നു. എന്നാ ഈ നൽകിയ സ്ഥാപനം ഒരു ബില്ലിട്ടിരുന്നു. 8 ലക്ഷം രൂപയാണ്. കാരണം അവർക്ക് GST അടയ്ക്കണം. അതിൽ കൂടുതൽ വിലയുള്ളതായിരിക്കാം. 8 ലക്ഷം രൂപയാണ് റൗണ്ട് കാണിച്ചത് GSTക്ക് വേണ്ടി. അത് ഇവിടെ ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. 8 ലക്ഷം രൂപയുടെ GSTക്ക് വേണ്ടി ബില്ലിട്ടിട്ടുണ്ട്, GST അടയ്ക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇതൊന്നും ഇതുവരെ ഇവിടെ തിരിച്ചേൽപ്പിച്ചിട്ടില്ല. ഉണ്ണീഷ് ഗോയൽ ട്രഷറർ ആ ഫോണും ലാപ്ടോപ്പും തിരിച്ചേൽപ്പിച്ചു എന്ന് ഞാൻ അറിയണം. പക്ഷേ ഇത് അമ്മയ്ക്ക് വേണ്ടി കൊടുത്ത്, അമ്മയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അമ്മയുടെ സംഭവങ്ങൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അത് ഉണ്ണീഷ് ഗോയൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം എല്ലാ ലാപ്ടോപ്പിലുള്ള എല്ലാ സംഭവങ്ങളും ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഫ്രഷ് ലാപ്ടോപ്പ് കൊടുക്കുന്ന പോലെയാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ലാപ്ടോപ്പൊക്കെ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അമ്മയുടെ മുതലാണ്, അദ്ദേഹം കൊണ്ടുപോയി നടന്ന് ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഫ്രഷ് ആക്കി കൊടുക്കണം. അമ്മയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചതെന്ന് കാണാനുള്ള അവകാശം അമ്മയിലെ ഇപ്പോഴത്തെ ഹെഡ് ഓഫ് കമ്മിറ്റിക്കുണ്ട്. അത് ഫ്രഷ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഫോണും അതുപോലെ, ഫോൺ അമ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. വാങ്ങിയ ആളുകൾ ഫോൺ തിരിച്ചു കൊടുത്തിട്ടില്ല. ബാക്കി വാങ്ങാത്ത ആളുകളുടെ ഫോൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അതിപ്പം ഹെഡ് ഓഫ് കമ്മിറ്റിയുടെ മുമ്പിൽ പറയുമായിരിക്കും, പറയാതിരിക്കാൻ പറ്റില്ല, പറയുമായിരിക്കും. ഈ 2 കാര്യങ്ങൾ ഗുരുതരമായ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമ്പലത്തിൽ നിന്നും കിട്ടാനുള്ള 45 ലക്ഷം രൂപയുടെ ചെക്ക് അവിടെ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. ചെക്കുണ്ട് എന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് കണക്കിൽ കയറിയിട്ടില്ല, കിട്ടാനുള്ളതിൽ കണക്കിൽ കയറിയിട്ടില്ല എന്ന് പറയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പൈസയുടെ കണക്ക് ശ്വേതാ മേനോനാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് കിട്ടാതെ വരാനുള്ള സാഹചര്യമുണ്ട്, വലിയ സാഹചര്യം ഉണ്ടാക്കിയ ആളുകളുണ്ട്. അൻസിബ ഉൾപ്പെടെയുള്ളവർ അത് എതിർത്തു എന്ന് പറഞ്ഞു. പിന്നീട് ദലാൽ നന്ദകുമാറുമായിട്ട് ഒരു ഹോട്ടലിൽ, സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ഒരു മീറ്റിംഗ് കൂടിയും അന്നാണ് ചെക്ക് ഇവർ നൽകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിനും അത് തിരിച്ചടിയായ സ്ഥിതിക്ക് ഇനി പൈസ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അദ്ദേഹം കൊടുക്കാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കണക്കിൽ കയറിയിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ആ ചെക്ക് അവിടെ ഉയർത്തി കാണിക്കുകയും ചെക്ക് നമ്പർ വെച്ച് കണക്കിൽ കയറിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കയറിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറയണം. പക്ഷേ ഈ 2-3 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അത് കമ്മിറ്റി, താൽക്കാലിക കമ്മിറ്റി, ഹഡോക് കമ്മിറ്റി കൂടാനിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഏറ്റവും വലിയ ഗുരുതരമായ ഇതാണ് രജിസ്ട്രേഷൻ നടത്താതെ, ഇത്രയും നാൾ രജിസ്ട്രേഷൻ നടത്താതെ താരസംഘടന അമ്മയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര തെറ്റാണ്. ജനറൽ ബോഡി കൂടുന്നതിന് തൊട്ട് മുമ്പ് മറ്റോ രജിസ്ട്രേഷൻ നടത്തിയെന്നും പറയുന്നുണ്ട്. അതിൻ്റെ പേപ്പർ കൃത്യമായിട്ട് ആരും കണ്ടിട്ടില്ല. അത് മറ്റന്നാളെ കൂടുന്ന കമ്മിറ്റിയിൽ അത് കാണിക്കേണ്ട വരും. കാണിച്ചെങ്കിൽ ഇതിന് പിഴ ഇടേണ്ടതുണ്ട്. പിഴ ഇട്ടിട്ടില്ലെങ്കിൽ നേരത്തെ ചോദിച്ചാൽ അമ്മയ്ക്ക് എന്താ കൊമ്പുണ്ടോ, അത് രജിസ്ട്രാർ തന്നെ മറുപടി പറയേണ്ടി വരും. ഇത്തരം സംഘടനയ്ക്ക് മാത്രം പിഴയിടാതെ ബാക്കിയുള്ളവർക്ക് പിഴയിട്ടുണ്ട്, അത് മറുപടി പറഞ്ഞു. അപ്പം ഈ 2-3 കാര്യങ്ങളാണ് വലിയ വീഴ്ചകൾ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതെങ്ങനെ എനിക്ക് മാത്രം എന്താണെന്ന് ചോദിക്കുന്നത്, ഇതൊക്കെ താരസംഘടന അമ്മയിലുള്ള ആളുകൾ അറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഒരു സമയത്ത് വിഡ്ഢികളാക്കാൻ പാടില്ല. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ അതേപടി വാർത്ത ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ആളുകൾ എത്തിയിട്ടില്ല. പക്ഷേ നാളെയോ മറ്റന്നാളോ കൂടുന്ന കമ്മിറ്റിക്ക് മുമ്പാകെ ഇവരെത്തി കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണം. അമ്മയിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഒരു പേപ്പർ, ഒരു മുട്ടുസൂചി വരെ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് ഏൽപ്പിക്കണം. ആ രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത മീറ്റിങ്ങിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി വരിക. ഇതിൻ്റെ ഇടയ്ക്ക് കേസുകൾ, പല ആളുകളുടെയും പേരിൽ കേസുകൾ നടക്കുന്നു. കോടതി കേസെടുക്കാൻ അനുമതി കൊടുക്കുന്നു. അതൊക്കെ നടത്തുന്നുണ്ട്. ടിനി ടോമിനെതിരെ കേസെടുക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സത്യാവസ്ഥ ഒരു സമയത്ത് പുറത്തു വരും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്നതിൽ സത്യങ്ങൾ ഒരിക്കലും ഒളിച്ചിരിക്കില്ല. സത്യങ്ങൾ എന്നാണെങ്കിലും പുറത്തു വരും. കാത്തിരുന്ന് കാണാം. നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മ വന്നു, അതൊന്നും പറയാതിരിക്കാൻ വയ്യ. ഈ തവണ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് 3000 രൂപ വെച്ച് കൊടുക്കുന്നൊരു കീഴ്വഴക്കം ഒന്ന് ആലോചിക്കണം. ഒരു കമ്മിറ്റിക്ക് വന്ന് കൂടിയാൽ ഇതിന് 3000 രൂപ വെച്ച് കൊടുക്കും. അങ്ങനെ 17 പേർക്ക് കൊടുക്കുമ്പോൾ എത്ര രൂപ വരുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുക. അങ്ങനെ ആ ഇനത്തിൽ 4 ലക്ഷം രൂപയാണ് ഈ കമ്മിറ്റിയിൽ നിന്നും എടുത്തിരിക്കുന്നത്. 4 ലക്ഷം രൂപ. 2 മാസം 2 പ്രാവശ്യം കൂടിയ കമ്മിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. ആ കമ്മിറ്റി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടല്ലോ. അവിടെ അടിയും ബഹളവും മാത്രമേ കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുള്ളൂ, ഒന്നും നടന്നിട്ടില്ല. അത് അങ്ങനെ 4 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിയമവിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ, ഇന്ന് വരെ ഈ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലായിരുന്നു. പണ്ടൊക്കെ ഒരു TA എന്ന നിലയ്ക്ക് ആരെങ്കിലും വന്നാൽ ഒരു പെട്രോൾ ചിലവ് അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുത്താൽ, ബസ്സിൻ്റെ ട്രെയിനിൻ്റെ ടിക്കറ്റ് കൊടുത്താൽ അത് വളരെ ചുരുക്കം ആളുകളെ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ വാങ്ങാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് 3000 രൂപ വെച്ച് പാസ്സാക്കിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കമാണ്. പക്ഷെ അത് എതിർപ്പുണ്ടായെങ്കിൽ ഒന്നടങ്കം പൈസ കിട്ടുന്നില്ലേ, ഒന്നടങ്കം ഒരു പാസ്സാക്കി. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ്. ആ എക്സിക്യൂട്ടീവ് യോഗം പറഞ്ഞ കാര്യങ്ങൾ ജനറൽ ബോഡിയിൽ അംഗീകരിക്കണം.
വാർഷിക റിപ്പോർട്ടിൽ അംഗീകരിച്ചുകൊണ്ട് പാസ്സാക്കിയാലേ പൈസ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പൈസ ചിലപ്പം തിരിച്ചിടേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കറിയില്ല. അത് അവർ തീരുമാനിക്കും പൈസ തിരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാധനവും കൂടെ നടക്കാണ്. അതാണ് ഞാൻ എന്തോ വിട്ടുപോയെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പം ഈ അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ട് ഊബർ ബില്ലുകളൊക്കെ വേറെ ഉണ്ട്, അതൊക്കെ വരുന്നുള്ളൂ. എന്തായാലും അമ്മയിൽ നടന്ന ഇത്രയും നാളെ നടന്ന വിഷയങ്ങളിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി ഈ ഹഡോക് കമ്മിറ്റി, താൽക്കാലിക കമ്മിറ്റിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ തീരുള്ളൂ. അത് ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.